ഫ്രണ്ട്സ്, വെൽക്കം ടു കൈറ്റ്സ് ഐ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ബാംഗ്ലൂരിലെ നമ്മുടെ ഒരു സെൻട്രൽ ജയിലുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച സെൻട്രൽ ജയിൽ. ഇപ്പോൾ ഇതിൻ്റെ രൂപമാറ്റമൊക്കെ വരുത്തി ഇങ്ങനെ ഒരു എന്താണ് രൂപത്തിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല, വേറൊരു ഡിഫറെൻറ്റ് ടൈപ്പിലായിരുന്നു. അപ്പോൾ ഇവിടെ കാണാൻ കുറേ ഉണ്ട്. കാണാനുണ്ടെന്ന് പറയുന്നത് പഴയ കാലത്തിലെ ജയിലിൻ്റെ സിസ്റ്റം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ പുതുക്കിപ്പണിത ഒരു സ്ഥലമാണ്. അപ്പോൾ ഫ്രീഡം പാർക്ക് ഇവിടെ ഇപ്പോഴൊന്നും വർക്കൊന്നും ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയിരിക്കുകയാണ് കർണാടക ഗവൺമെൻറ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ആണ് ഇങ്ങനെയൊക്കെയുള്ള ഇത് കാണുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ മെജസ്റ്റിക് നിന്ന് മാർക്കറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ആ രീതിയിൽ ആ റൂട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു ഫ്രീഡം പാർക്ക്. അപ്പോൾ അവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്ററേ ഉള്ളൂ, ഏകദേശം അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് കാണാം. ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ ഒക്കെ ഒരു വർക്ക് അതല്ലെങ്കിൽ എന്താണ് പൊളിച്ചു പണിയുന്ന ഒരു തിരക്കിലാണ്. അപ്പോഴാണ് ഞാൻ ഇവിടെ എൻട്രി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ലൊക്കേഷനിലും കാണിച്ചിട്ടുണ്ട്, പല ഓരോ ലൊക്കേഷനിൽ പോകേണ്ട സ്ഥലം. അപ്പോൾ അംബേദ്കർ പ്രതിമയുണ്ട്. അപ്പോൾ ഇത് കാണുന്നത് ലെഫ്റ്റ് കാണുന്ന പ്രതിമകളൊക്കെ പഴയകാല ബ്രിട്ടീഷുകാരും അതിലുള്ള പിന്നെ മറ്റുള്ള സംഭവങ്ങളൊക്കെയാണ്, പ്രതികളും ഒക്കെയാണ്. അപ്പോൾ ഇതാണ് എൻട്രൻസ് ആയി വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് കൂടുതൽ പണികളൊക്കെ നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗാർഡൻ. ഇതിൻ്റെ പേര് സെൻട്രൽ ജയിലാണ്, കർണാടക സെൻട്രൽ ജയിൽ. പണ്ടൊക്കെ കാലത്ത് ഈ ഒരു സ്ഥലം ഫുൾ ഫോറസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിന് ചുറ്റും വലിയ മതിൽ. അപ്പോൾ ഇത് ഇന്നത്തെ കാലം ടൂറിസ്റ്റിന് വിട്ടതുകൊണ്ട് തന്നെ അത് മ്യൂസിയവും കാര്യങ്ങളൊക്കെ ആക്കി മാറ്റി എന്നുള്ളതാണ് ഇതിൽ ഇപ്പോൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ, ചുറ്റും ഉള്ള കാര്യങ്ങളൊക്കെ. ഇത് ഈ ഒരു കാലഘട്ടത്തിൽ രൂപമാറ്റം വരുത്തിയ സംഭവങ്ങൾ അതൊക്കെ ഇവിടെ വായിച്ചൊക്കെയാൽ ഇതിൻ്റെ നിർമ്മാണവും അതിലുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലാകും. അപ്പോൾ അങ്ങനെ നമ്മൾ എൻട്രി ചെയ്യുകയാണ് ഈ ഒരു സബ് ജയിലിലേക്ക്, അല്ലെങ്കിൽ സെൻട്രൽ ജയിലിലേക്ക്. സബ് ജയിലല്ല, സെൻട്രൽ ജയിൽ, പഴയ സെൻട്രൽ ജയിൽ. അപ്പോൾ ഈ സെൻട്രൽ ജയിലിനെ പറ്റി ഇവിടെ കാവൽ നിൽക്കുന്ന കുറേയേറെ പോലീസുകാരുണ്ട്. അവർക്കൊന്നും ഒന്നും അറിയില്ല. അപ്പോൾ അവരെന്നെ പറഞ്ഞു നിങ്ങളെന്നെ പോയി കാണുക എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ടുള്ള ഇങ്ങനെ കയറിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പാത, ഈ സെൻട്രൽ ജയിലിലേക്കുള്ള പാത. അതിൽ 2 മതിലുകളുണ്ട്. അപ്പോൾ കൈവീലങ്ങളൊക്കെ ആയിട്ട് പ്രതികൾ അല്ലെങ്കിൽ പ്രതികൾ വരുന്ന ഒരു സ്ഥലമാണിതൊക്കെ. അപ്പോൾ ഈ ഒരു സ്ഥലം സെൻട്രൽ ജയിൽ ഫുൾ നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് വാച്ച് ടവർ അവിടെയുണ്ട്. 2 നിലകളുണ്ടത്, ഒന്ന് താഴെ നിലയും ഒന്ന് മുകളിലെ നിലയും. ഇതൊക്കെ വളരെ പഴയതാണ്, ഇതിന് വലിയ രൂപമാറ്റമൊന്നും വരുത്തിയില്ല. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ അതൊക്കെ രൂപമാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം കല്ലൊക്കെ പാകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഒരു പണികളൊക്കെയാണ്. 1857 ഇതിൻ്റെ ഒരു നിർമ്മാണം ഉള്ളത് എന്നാണ് ഞാൻ ബോർഡിൽ കണ്ടത്. അപ്പോൾ ഇത് ഓരോന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ എന്താണ് ട്രീ, അതായത് മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പഴയ കാലത്തെ പോലെയല്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിലേക്ക് കയറാം. അപ്പോൾ ഇതിലൊക്കെ എന്താണ് കാണുന്നത്, ഇത് റൂഫ് വെച്ചിട്ടില്ല, റൂഫൊക്കെ മാറ്റിയിരിക്കുകയാണ്. ഇതാണ് ഒരു 100 ആൾക്ക് കിടക്കേണ്ട ബ്ലോക്ക്. ഇയിലോ ഇയിലാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കുന്ന പ്രതികളുടെ ഒരു സ്ഥലം. അപ്പോൾ 100 ആൾക്ക് ഈ ഒരു ബ്ലോക്കിലേക്ക് താമസിക്കാം. ഇതിൻ്റെ വാഷ്റൂം കാര്യങ്ങളൊക്കെ ഒന്നും ഇതിൽ നമ്മൾ കാണുന്നില്ല. ഇതൊക്കെ പറമ്പിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ജനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിൽ റൂഫായിരിക്കും. ഇതിലെന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന് താഴെ സിമൻറ്റ്, ഇതുപോലുള്ള സിമൻറ്റ് തറ, ഒരാൾക്ക് കിടക്കേണ്ടിയിട്ട് മാത്രമുള്ള സിമൻറ്റ് തറയും തലാണി പോലുള്ള ഭാഗവും റെഡിയാക്കി വെച്ചിട്ടുണ്ട് സിമൻറ്റ് തന്നെ. അതാണ് ഈ ഒരു ലൊക്കേഷനിൽ കാണുന്നത്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് വാച്ച് ചെയ്യുകയായിരുന്നു എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും എല്ലാവിടെയും നമുക്ക് കാണുന്ന പഴയ സെൻട്രൽ ജയിലുകൾ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത്.
അപ്പോൾ അങ്ങനെ നമ്മളിതൊക്കെ കണ്ട് അങ്ങനെ എൻഡിൽ പോയില്ല. എൻഡിലൊക്കെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയില്ല. ഞാൻ ഫസ്റ്റ് കണ്ടത് ഈ ഒരു ബെഡാണ്, സിമൻറ്റ് ബെഡ്, തറയിൽ തന്നെ കിടക്കുന്ന ഒരു ബെഡ്. അപ്പോൾ 100 തടവുകാർക്ക് ഈ ഒരു സ്ഥലത്ത് താമസിക്കാം എന്നുള്ളത്, അല്ലെങ്കിൽ പാർപ്പിക്കാം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഓരോ സ്ഥലവും ഈ ഒരു വാച്ച് ടവറിൻ്റെ നിരീക്ഷണത്തിലാണുള്ളത്. അപ്പോൾ രക്ഷപ്പെടാൻ പറ്റൂ എന്നുള്ളത് പറ്റുകയില്ല. കാരണം ഇതിൻ്റെ കോമ്പൗണ്ട് ചുറ്റും വലിയൊരു മതിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് മറ്റൊരു ബ്ലോക്ക്, ഈ F ബ്ലോക്കാണ്. ഇവിടെ 100 ബ്ലോക്ക് കിടക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതങ്ങനെ റെഡിമെയ്ഡൊന്നും ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് ഫ്ലോറ് മാത്രമാണ്. അപ്പോൾ ഇതിലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊന്നും നമുക്കറിയില്ല. കാരണം ഇതിനെപ്പറ്റി അറിയുന്നത് ആരും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. ആർക്കും അങ്ങനെ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള താല്പര്യവും ഉണ്ടായിരുന്നില്ല. ചോദിച്ചിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ജയിലിൻ്റെ അവസ്ഥ. ഞാൻ ഇതിൻ്റെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ലാസ്റ്റ് വരെ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പക്ഷേ ഇതിൻ്റെ തറ സാധാരണ തറ തന്നെയാണ്. കാരണം ഇതിൽ സിമൻറ്റ് ബെഡൊന്നുമില്ല. സാധാരണയായിട്ട് മണ്ണ് തന്നെ കിടക്കണം, ഇല്ലെങ്കിൽ പായോ തുണിയോ എന്തെങ്കിലും ഉണ്ടാവും. അതാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. അതിന് അനുമാനിക്കാനെ പറ്റി നമുക്ക് കാണാൻ കഴിയില്ല 100 കൊല്ലം മുമ്പുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇതിൻ്റെ എൻഡിൽ വന്നേരം നമ്മൾ കാണുന്നത് ഒരു വാഷ്റൂമൊന്നും കണ്ടില്ല. കുറച്ച് ഓപ്പണിങ്സ് ഉണ്ട്, വാൾ ഓപ്പണിങ്സ്, ജനൽ പോലെ. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ 2 ബ്ലോക്കായി. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു. അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വർക്ക് നടക്കുവാൻ അവിടത്തേക്ക് എൻട്രി ഇല്ല. അപ്പോൾ ഇവിടെയുള്ള തൂണ്, അതായത് റൂഫ് സപ്പോർട്ടുള്ള തൂണുകളൊക്കെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. സൂക്ഷിച്ചും കണ്ടു പോയില്ല. കാരണം പഴയ സ്ഥലമാണ്, അത് വലിയ റിപ്പയറും കാര്യങ്ങളൊക്കെ നടന്നില്ല. അതുകൊണ്ട് തടഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്യാമറ കൊണ്ട് പോകുമ്പോൾ സൂക്ഷിക്കണം. കണ്ട് നടന്ന് മാത്രം പോവാം, ഇതിൽ തടഞ്ഞു വീഴും. അങ്ങനെ നമുക്ക് ഇവിടുന്ന് എൻട്രി എക്സിറ്റ് ആക്കാം. അങ്ങനെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകാം, മറ്റൊരു ബ്ലോക്കിലേക്ക്. ഇത് നല്ല മനോഹരമായൊരു ബ്ലോക്കാണ്. ആക്ച്വലി ഇവിടെയൊക്കെ റീവർക്ക് നടത്തുന്നതുകൊണ്ട്, പുനരുദ്ധാരണം നടത്തുന്നതുകൊണ്ട് തന്നെ ഓടൊക്കെ മെയ്യാനുണ്ട്. ഇതിൻ്റെ റൂഫ് എല്ലാം പൊളിച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇത് ശരിയായൊരു തലമുറയാണ്. ഇതിൽ ഓരോ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. പിന്നെ പ്രത്യേകം വാഷ്റൂമെല്ലാം ഉണ്ട്. അതായത് അതിക്രൂരമായ ഒരു പ്രതികൾക്കുള്ള ശിക്ഷ നടത്തിക്കുന്ന ഏരിയയാണിത്. അപ്പോൾ സെൽ യാർഡ് എന്നൊക്കെ പറയും. ഓരോ സെപ്പറേറ്റ് സെല്ലാണ്. 30-60 സെല്ലെങ്ങാനും ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വാച്ച് ടവറിന് 1867 വാച്ച് ടവറിന് അണ്ടറിലാണ് വരിക. അപ്പോൾ ഇതിൽ തന്നെ വാഷ്റൂമുകളൊക്കെ ഉണ്ട്. കോമൺ വാഷ്റൂം, ബാത്റൂമെല്ലാം ഉണ്ട്. ഇതാണ് ഈ ഒരു സെല്ലിൻ്റെ പ്രത്യേകത. അന്നത്തെ കാലത്ത് ഇതൊക്കെ ചെയ്തു എന്നുള്ളത് ഒരു സംഭവമായ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് നല്ല കമ്പിയാണ്, അത് പഴയകാല കമ്പി തന്നെ, സ്ട്രോങ് ഉരുക്ക് തന്നെയാണ്. ഇത് എൻട്രിയില്ല, ഇതാണ് തുറക്കില്ല. അപ്പോൾ തുറക്കുന്നതിന് നോക്കുമ്പോൾ നമ്മൾ ചെറിയൊരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്, അതും ഗേറ്റൊക്കെ ആക്കിയിട്ട്. വളരെ മനോഹരമായ ഒരു കാണാൻ പറ്റിയൊരു സാധനം. പക്ഷേ ഉള്ളിൽ കയറിയിട്ട് ഇതിൻ്റെ കമ്പാർട്ട്മെൻറ്റുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു, എന്തൊക്കെയാണ് അതിലുള്ളത് എന്നുള്ളത് അറിയാമായിരുന്നു. വാഷ്റൂമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എങ്ങനെയുള്ളതാണെന്ന് അറിയില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പുതിയൊരു ലൊക്കേഷനിലേക്ക് പോകാം. പക്ഷേ ഇതൊക്കെ കാണുക എന്നത്, ഇന്നത്തെ കാലത്ത് കാണുക എന്നുള്ളത്, അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് വലിയ കാര്യങ്ങളാണ്. പുതിയ ജനറേഷൻ എന്താണ് ഈ ഒരു നിയമസംഹിത അല്ലെങ്കിൽ തടവറ എന്നൊക്കെ അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായതുകൊണ്ട് തന്നെ കുറേയേറെ ടൂറിസ്റ്റിനെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വിശാലമായ ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു ഹോസ്പിറ്റലും കോർട്ടും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്നും മനസ്സിലാകുന്നില്ല എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ. ഇതിന് മുകളിൽ ഒരു സ്റ്റീൽ റൂഫും വിത്ത് ഓട് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്തൊക്കെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു സൈഡിൽ അങ്ങനെ ഡിഡിൻ്റെ പോയാലാണ് നമുക്ക് വാഷ്റൂമുകൾ, ഇവിടെയുള്ള പ്രസൻറ്റ് വാഷ്റൂമെല്ലാം കാണാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഉള്ളവരേക്ക് പോകാം, അവിടത്തേക്കും പോകാം. ഇപ്പോൾ നമ്മൾ അടുത്തുള്ള ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് പഴയ ഒരു പഴയൊരു ബാക്കി വെച്ച ശിലാസ്ഥാപനം നമ്മൾ കണ്ടിരിക്കുകയാണ്. ഇത് ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെയാണുള്ളത്. ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് മാർക്കറ്റിൽ പോകുമ്പം കാണാൻ പറ്റും ഈ ഒരു ഫ്രീഡം പാർക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടത്
കാണുക എന്നുള്ളത് ഈ ഒരു ഏരിയയിൽ നമുക്ക് വളരെ മനോഹരമായ സംഭവങ്ങളൊക്കെ തന്നെയാണ്, കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം പുതിയ വിശേഷങ്ങളുമായി. ഇതൊക്കെ ക്ലോസ് ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ കൂടി നിന്ന് നമുക്ക് കാണാൻ പറ്റില്ല. എന്തായാലും മനോഹരമായി നിർമ്മിച്ച ഒരു സ്ഥാപനം തന്നെയാണ് ഈ ഒരു സെല്ല്. അപ്പോൾ വാച്ച് ചെയ്തതിനും ഓക്കെ, നന്ദി. അപ്പോൾ വീണ്ടും ഇതിൻ്റെ വീഡിയോ കണ്ടില്ല എന്നുള്ള തീർന്നില്ല, കുറച്ചുകൂടി ഉണ്ട്, നമുക്കൊന്ന് കുറച്ചും കൂടി കാണാം. കാരണം ഇതിൽ പുതുതായി നിർമ്മിച്ച കുറച്ച് മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ അതൊന്നും ഇപ്പം വർക്കിംഗ് അല്ല, അതാണ് മറ്റുള്ള കാര്യങ്ങൾ. അതൊക്കെ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വളരെ കുറവാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇതിന് റീ ഓപ്പൺ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഉള്ളത്. ഇത് ഏകദേശം നമ്മുടെ LK അദ്വാനി ഓപ്പണാക്കിയ ഒരു സബ് ജയിൽ, അല്ല സെൻട്രൽ ജയിലാണിത്, ടൂറിസ്റ്റ് സ്പോട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. അതിൻ്റെ മെയിനായിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാൽ പുൽത്തകിടികളും പിന്നെയുള്ള ഈ ഒരു ഗാർഡൻസൊക്കെയാണ്. നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എൻട്രി ഫീസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു വിസിറ്റ് ചെയ്യാനും അറിയാനും നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് ഇതിലെ കൂടിയാണ് പോകേണ്ടത്. ഇതിലെ കൂടി പോയാലാണ് നമുക്കൊരു വേറൊരു സംഭവങ്ങൾ കാണാൻ പറ്റുക. കാരണം ഒരുപാട് വൃത്തിയാക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, അതൊന്നും ചെയ്തില്ല എന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്കൊന്ന് പോവാം. കാരണം ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ആകാത്തതുകൊണ്ട് നമുക്ക് അവിടെ എന്തെങ്കിലും സംഭവം എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ താഴത്തെ കൂടെ ചില കാഴ്ചകൾ കണ്ട് നമുക്ക് നല്ല എക്സിറ്റിലേക്ക് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള കാര്യങ്ങൾ. കാരണം ഈ ഒരു ഉച്ച സമയമായതുകൊണ്ട് തന്നെ കുറേ പോലീസുകാർ റെസ്റ്റ് എടുക്കുന്ന ഒരു ഏരിയയാണിത്. പിന്നെ നായ്കൾ ഇഷ്ടം പോലെയുണ്ട്. ഈ നായ്കൾക്ക് അടിച്ചു പറിക്കാത്തത് പരമഭാഗ്യമാണ്. കാരണം അവർക്ക് ഭയന്നിട്ടാണ്, ആദ്യമായിട്ട് കാണുമ്പോൾ ആരും ഭയക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നല്ലൊരു ഗാർഡൻസ് സെറ്റ് ചെയ്ത ഒരു സംഭവമാണ് സെൻട്രൽ ജയിൽ ഓഫ് കർണാടക. അപ്പോൾ ഒരു മ്യൂസിയമാക്കി മാറ്റി അതിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊതുജനങ്ങൾക്ക് എൻട്രി ചെയ്യാം, കാണാം, അറിയാം അതിൻ്റെ സംഭവങ്ങളൊക്കെ. അപ്പോൾ എന്നിരുന്നാലും വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ സമയത്ത് വരുന്നുള്ളൂ. അപ്പോൾ പറ്റുങ്ങൾ കാണുക, പോവുക, ഇങ്ങനെയുള്ള കുറേയേറെ മനോഹരമായ